ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായ വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. നാം ദൈവത്തിൻ്റെ മൺപാത്രങ്ങൾ. കുശവനും കളിമണ്ണും എന്ന ആലങ്കാരിക പ്രയോഗം പഴയ നിയമത്തിലും അതുപോലെ തന്നെ യഹൂദ സാഹിത്യത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നാം ഇന്ന് ധ്യാനിക്കുന്ന ഈ വേദഭാഗത്ത് പൗലോസ് അത് സൃഷ്ടാവ്, സൃഷ്ടി, ദൈവികമായ വിശാലത എന്ന അർത്ഥങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് പങ്കുവയ്ക്കുന്നത്. സൃഷ്ടിതാവ് എന്ന നിലയിലുള്ള ദൈവത്തിൻ്റെ മനുഷ്യരോടും പ്രകൃതിയോടുമുള്ള വിശാലത ഇവിടെ പ്രകടമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ സൃഷ്ടി വിവരണത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് സൃഷ്ടിക്കുകയും തൻ്റെ ജീവശ്വാസം പകർന്ന് നൽകുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ പൊടി മൺപാത്രമായി മാറുന്നു. ദൈവത്തിൻ്റെ തേജസ്സും ദൈവിക സ്നേഹത്തിൻ്റെ അംശങ്ങളും ദൈവസാദൃശ്യവും മനുഷ്യർക്ക് ലഭിക്കുന്നു. എന്നാൽ വികലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക സാദൃശ്യം സൃഷ്ടിയുടെ പൂർണ്ണതയിൽ നിന്നും സൃഷ്ടിയുടെ ദൈവികമായ ഉദ്ദേശത്തിൽ നിന്നും മനുഷ്യരെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇയ്യോബ് ഉയർത്തുന്ന ചോദ്യം ഇങ്ങനെയാണ്: നീ എന്നെ കളിമണ്ണ് കൊണ്ട് മനഞ്ഞു, എന്നെ ഓർക്കണമേ, നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ? കുശവന് തൻ്റെ മുമ്പിൽ ലഭിക്കുന്ന കളിമണ്ണിനെ ഏത് രൂപത്തിലും രൂപപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കുശവൻ്റെ കരവിരുത്, ചാതുര്യം, കാരുണ്യം, തൻ്റെ സൃഷ്ടിയോടുള്ള സ്നേഹം എന്നിവ ഉൾക്കൊള്ളുന്നു. കളിമണ്ണ് ആ രൂപപ്പെടുത്തലിന് വേണ്ടി സ്വയം സമർപ്പിച്ചു നൽകുന്നു. ദൈവകരങ്ങളിൽ ഇണങ്ങിയ പാത്രങ്ങളായി രൂപാന്തരപ്പെടുന്നതിൻ്റെ നിയോഗമാണ് നോമ്പ്. സൃഷ്ടാവിൻ്റെ ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണം നാം ഓരോരുത്തരും മൺപാത്രമാകുവാനുള്ള നിയോഗവും വിളിയും സാഹചര്യങ്ങളുടെയും സാധ്യതകളുടെയും സമ്മർദ്ദം മൂലം നമ്മിൽ നഷ്ടപ്പെട്ടു പോകുന്ന കരുണയുടെ വീണ്ടെടുപ്പ് എന്നിവയും പ്രാധാന്യം അർഹിക്കുന്നു. പഴയ നിയമത്തിൽ ഇസഹാക്ക്, യാക്കോബ്, ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനം എന്നിവരെ കരുണ നഷ്ടപ്പെടുത്താതെ ദൈവിക ഉദ്ദേശം പൂർത്തീകരിച്ചവരായി നമുക്ക് കാണാം. യേശുക്രിസ്തു അതിൻ്റെ മൗഢമായ ഉദാഹരണമാണ്. അവൻ കാരുണ്യത്തിൻ്റെ കടലായിരുന്നു. അതിർവരമ്പുകൾ ഇല്ലാത്ത സ്നേഹത്തിൻ്റെ ഉറവിടവും. കിൻസുഗി എന്നത് ഒരു ജപ്പാനീസ് ആർട്ടാണ്. തകർന്നതും പൊട്ടിപ്പോയതുമായ മൺപാത്രങ്ങൾ ഒട്ടിച്ച് ചേർക്കുന്ന ജാലവിദ്യ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പുതുജീവിതത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൻ്റെ കരവിരുതാണ് കിൻസുഗി. അതായത് ഒന്നും നഷ്ടപ്പെട്ടോ തകർന്നോ പോകുവാൻ ഉള്ളതല്ല. ജീവൻ്റെ സമഗ്രത, വിശാലത, നൈതികത എന്നിവയുടെ വീണ്ടെടുപ്പാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. മൺപാത്രങ്ങൾ തകർന്നു പോകുന്നത് കുശവന് ആഗ്രഹമുള്ളതല്ല. കാരണം തൻ്റെ ആത്മാർത്ഥത, കരചാതുര്യം, വൈഭവം, സമയം, സമർപ്പണം എല്ലാം തന്നെ അതിൻ്റെ നിർമ്മിതിയിൽ നിർമ്മാതാവ് ഉപയോഗിക്കുന്നു. ഒരു തപസ്യ എന്ന് വേണമെങ്കിൽ പറയാം. ഇമചിമ്മാതെ സസൂക്ഷ്മം ചെയ്യുന്ന ഒരു പ്രവൃത്തി. കുശവൻ കളിമണ്ണിനെ തൻ്റെ കരങ്ങളിലേക്ക് എടുക്കും. അതിലൊരു ആത്മബന്ധമുണ്ട്. ഉൾച്ചേരൽ, ഇഴകിച്ചേരൽ, സ്പർശനത്തിൻ്റെ സാമീപ്യം,
വിരലുകളുടെ സർഗാത്മകത എന്നിവയൊക്കെ ചേർന്ന് നിൽക്കുന്നത് ആണ്. യെരമ്യാ പ്രവചനം 18-ാം അധ്യായം ആദ്യ വാക്യങ്ങളിൽ കുശവൻ്റെ കയ്യിൽ ഒരു പുതിയ ജീവിതം കാത്തിരിക്കുന്ന കളിമണ്ണിനെ നമുക്ക് കാണാം. കുശവൻ വേല ചെയ്യുകയാണ്. വാക്യം 3, സൃഷ്ടിയുടെ പൂർണ്ണത പങ്കുവയ്ക്കാനായി. നോമ്പ് രൂപപ്പെടുന്നതിനും രൂപാന്തരപ്പെടുന്നതിനുമുള്ള നിയോഗമാണ്. ബാഹ്യ പ്രകടനങ്ങൾ, പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഉപാധികൾ, വെറും ആചാരത്തിനായിട്ടുള്ള ഗിമിക്കുകൾ എന്നിവയൊക്കെ കയ്യേറുന്ന ഒരു കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. ദൈവവിളിയിൽ മാറ്റി നിർത്തലുകളില്ല, ചേർത്ത് നിർത്തലുകളാണ്. വാക്യം 23-ൽ ദൈവത്തിൻ്റെ വിളിയുടെ വിശാലത വ്യക്തമാണ്. യഹൂദരിൽ നിന്നും യഹൂദരേതരിൽ നിന്നും ഒരുപോലെ വിളിക്ക് യോഗ്യരാകുന്ന കരുണാപാത്രങ്ങൾ. ദൈവ തേജസ്സിൻ്റെ ധനം നിറയുന്ന കരുണയുടെ മൺപാത്രങ്ങൾ നിറവായി തലയുയർത്തി നിൽക്കട്ടെ. പൊട്ടിയും പാഴായി പോയതും ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നതല്ല. രൂപഭംഗിയില്ലാത്തതും തളർന്നതും തളിർക്കാത്തതും മൂലയിലേക്ക് കൂട്ടിവയ്ക്കാനല്ല. ചതഞ്ഞതും ചലനമറ്റതും ചാതുര്യമില്ലാത്തതും ചവിട്ടി മെതിച്ച് കളവാനുമല്ല. കുശവൻ്റെ കരചാതുര്യത്തിൽ വിടരുന്ന സ്നേഹത്തിൻ്റെ നിർമ്മല മാനസരായി പുതിയ മൺകുടങ്ങളാകാം. ദൈവമേ, നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്ക് ആയാൽ മാത്രം മതി. എനിക്ക് നിൻ്റെ വിരൽത്തുമ്പിലെ ആർദ്രത തൊട്ട കലനുറുക്ക്. ആമേൻ.